വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിലെ ബാലുവും നീലുവും മുടിയൻ്റെ ഒരവസ്ഥയിലേക്ക് തള്ളപ്പെട്ട ഉപ്പുമുളകിൽ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഉപ്പുമുളകിലോട്ട് ഇനി ഒരിക്കലും ബാലുവും നീലുവും തിരിച്ചു വരില്ല, അവർ തിരിച്ചു വരേണ്ട ആവശ്യമില്ല, ഇപ്പോഴത്തെ കണ്ടൻറ്റ് അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്ന ഓഡിയൻസും ഉണ്ട്. പക്ഷേ അവരുടെ ഒരു തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം പേരും. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പലരും പറയുന്നുണ്ട് മുടിയൻ ഉപ്പുമുളകിൽ ഇതേപോലത്തെ ഒരു പ്രശ്നം വന്ന് പോയപ്പോൾ അതിനുശേഷം ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല. അതേപോലത്തെ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ബാലുവിനും നീലുവിനും, അവരിനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മളന്ന് വന്നിരിക്കുന്നത്. ഉപ്പുമുളകിലെ ബാലുവിൻ്റെയും നീലുവിൻ്റെയും അവസ്ഥ മുടിയൻ്റെ പോലെയല്ല. മുടിയൻ ഉപ്പുമുളകിൽ നിന്ന് സ്വയം മാറിയതാണ്. മാത്രമല്ല അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ കൊടുത്ത് ഉപ്പുമുളകിലെ ടീമിനെതിരെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഉപ്പുമുളകിൽ നിന്ന് ടീമിനെ മുടിയനെ എന്നേക്കുമായിട്ട് മാറ്റിയത്. ഇനി ചിലപ്പോൾ മുടിയന് തിരിച്ചു വരാൻ സാധ്യതകൾ ഉണ്ടാവില്ല. ഇനി അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്താൽ മാത്രമേ മുടിയന് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. പക്ഷേ അതുപോലത്തെ ഒരു അവസ്ഥയല്ല ബാലുവിൻ്റെയും നീലുവിൻ്റെയും. ഇതൊരു സമയത്തെ മാറി നിൽക്കുകയാണ്. അതിൽ വെച്ചൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിൻ്റെ പേരിൽ ഇവർ തമ്മിൽ തന്നെ സ്വരച്ചേർച്ച വന്നപ്പോഴാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഉപ്പുമുളകിൽ നിന്ന് മാറിയത്. ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇനി ഉപ്പുമുളകിലോട്ട് തിരിച്ചു വരാം, അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർന്നാൽ. അല്ലാതെ ചാനലും ആർട്ടിസ്റ്റുകളും തമ്മിൽ യാതൊരു പ്രശ്നവും തന്നെയില്ല. മാത്രമല്ല മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ മുടിയൻ പോയതിന് ശേഷം മുടിയനെക്കുറിച്ച് എവിടെയും തന്നെ എപ്പിസോഡുകളിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ബാലു നീലും മാറി നിൽക്കുമ്പോൾ മിക്കവാറും എപ്പിസോഡിലും അവരുടെ പേരും അവരുടെ കഥാപാത്രത്തെക്കുറിച്ചും ഉപ്പുമുളകും എപ്പിസോഡുകളിൽ തന്നെ പറയുന്നുണ്ട്. അവർ നെയ്യാറ്റിൻകരയിലാണെന്ന രീതിക്കാണ് എപ്പിസോഡുകളിൽ കഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം. അവരുടെ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർന്നാൽ എപ്പോൾ വേണമെങ്കിലും ഉപ്പുമുളകിലോട്ട് ബാലുവിനും നീലുവിനും തിരിച്ചു വരാവുന്നതാണ്. മുടിയൻ്റെ അവസ്ഥയും ബാലു നീലുവിൻ്റെ അവസ്ഥയും സെയിം അല്ല. ഇപ്പോൾ ബാലു നീലും പോയതിൽ മുടിയനെ വെച്ച് കമ്പയർ ചെയ്യേണ്ട യാതൊരു ആവശ്യം തന്നെയില്ല. മുടിയൻ്റെ പ്രശ്നവും ഇവരുടെ പ്രശ്നവും എൻറ്റയർലി വേറെയാണ്. മാത്രമല്ല ഇപ്പോൾ ബാലു ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. റീസെൻ്റായിട്ട് പോകുന്ന ഫോട്ടോസ് ഉണ്ടായാൽ മനസ്സിലാവും. ചിലപ്പോൾ ഇതൊരു പുതിയൊരു സിനിമയ്ക്ക് വേണ്ടി നടത്തിയ ഒരു ട്രാൻസ്ഫോർമേഷൻ ആവാം. നീലും വേറെ പ്രൊജക്ട്സൊക്കെ ആയിട്ട് ബിസി ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇടയ്ക്ക് ഒരു മ്യൂസിക്കൽ ആൽബം സോങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നീലുവിൻ്റേത്. ഇവർ രണ്ടുപേരുടെയും സിനിമകളും പുറത്തിറങ്ങാനുണ്ട്. അപ്പോൾ അവരുടെ കാര്യത്തിൽ കറക്റ്റായിട്ട് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ കരിയറിൽ കറക്റ്റായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്നത് അവരുടെ തിരിച്ചുവരവിന് വേണ്ടിയാണ്. അതിന് അവർ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. അതായത് ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ അവരില്ലാതെയും കറൻ്റ്ലി ഉപ്പുമുളകും സക്സസ്ഫുൾ ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ അവരും കൂടി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അടിപൊളിയാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇപ്പം നിൽക്കുന്ന ഈ ഒരു ട്രെൻഡിങ്ങിൽ, അതായത് ഉപ്പുമുളക് ഇപ്പോൾ കറൻ്റ്ലി ട്രെൻഡിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ ബാലുവും നീലും കൂടി തിരിച്ചു വന്നാൽ ഉറപ്പായിട്ടും ഇതിലും ഡബിൾ സ്ട്രോങ് ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം നിങ്ങൾ അവരുടെ ഒരു തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.